ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സൈക്ലോട്ടോമിക് പോളിനോമിയലാണ്. അതിൻ്റെ പ്രോപ്പർട്ടീസും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് 1 എന്തായിരുന്നു സൈക്ലോട്ടോമിക് പോളിനോമിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് ഫൈ സഫിക്സ് എൻ ഓഫ് എക്സ് എന്നാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്, അല്ലേ? അതിനെ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് ഫൈ സഫിക്സ് എൻ എന്നുള്ളതിനെ കൊണ്ടാണ് ഓഫ് എക്സ്. അത് മാത്രമല്ല, അതിന് വേറെ പ്രത്യേകതകൾ എന്താ? ഓഫായി പോയോ? I'm sorry, just a minute. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ഫൈ സഫിക്സ് എന്നിനെ പറ്റിയിട്ടാണ്. അപ്പം അതിൽ ഫൈ സഫിക്സ് എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എ nth പ്രിമിറ്റീവ് റൂട്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, എക്സ് മൈനസ് nth പ്രിമിറ്റീവ് റൂട്ട്, അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്ലോട്ടോമിക് പോളിനോമിയൽ എന്ന് പറയുന്നത്, അല്ലേ? സൈക്ലോട്ടോമിക് പോളിനോമിയൽ എന്ന് പറയുന്നത് nth എക്സ് മൈനസ്, അതായത് i = 1 to n ഫൈ ഓഫ് n, അല്ലേ? ഫൈ ഓഫ് n എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്? ഓയിലർ ഫൈ ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു n. നമ്പർ ഓഫ് എലമെന്റ്സ് റിലേറ്റീവ്ലി പ്രൈം ടു n-നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫൈ ഓഫ് n എന്ന് പറയുന്നത്. ഇത് സ്മോൾ ലെറ്റർ ഫൈ ആണ്. ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ഫൈ ആണ്, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാമ്പിളുകൾ കണ്ടു. nth പ്രിമിറ്റീവ് റൂട്ട് എങ്ങനെയാണ് കാണുക എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. അതായത് zeta that is equal to cos 2pi, അല്ലേ? cos 2pi by n divided by x plus sin iota sin, അല്ലേ? iota sin 2pi by x by n എന്നുള്ളതാണ് നമ്മളുടെ എന്ത് സീറ്റ അല്ലെങ്കിൽ പ്രിമിറ്റീവ് nth റൂട്ട് എന്ന് പറയുന്നത്. nth റൂട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ സംബന്ധിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്, നമ്മൾ എക്സാമ്പിളുകൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾക്ക് എക്സാമിന് എങ്ങനെയാണ് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫൈൻഡ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ക്വസ്റ്റ്യൻ ഫൈൻഡ് ഫൈ സഫിക്സ് 3 ഓഫ് എക്സ് ഓവർ z2. z2ന്റെ മുകളിലുള്ള സൈക്ലോട്ടോമിക് തേർഡ് പോളിനോമിയൽ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം ഫൈ ഓഫ് n എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫൈ സഫിക്സ് n ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഫ്രം i = 1 to സ്മോൾ ലെറ്റർ ഫൈ, അതായത് ഓയിലർ ഫൈ ഫംഗ്ഷൻ ഓഫ് n. n-ന്റെ ഓയിലർ ഫൈ ഫംഗ്ഷൻ x മൈനസ് ആൽഫ ഐ ആണ്. വേർ ആൽഫ ഐ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി ആണ്, അല്ലേ? ഇനി നമുക്കറിയാം പ്രിമിറ്റീവ് nth റൂട്ട് ഇവിടെ സംബന്ധിച്ച് ഇവിടുത്തെ പ്രിമിറ്റീവ് തേർഡ് റൂട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. പ്രിമിറ്റീവ് തേർഡ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് കുഞ്ഞാപ്പു ആരാണ്?
തേർഡ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് സീറ്റയാണ്. ദാറ്റ് ഈസ് സീറ്റ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് 2π/3 പ്ലസ് ഐ സൈൻ അല്ലെ അയട്ട സൈൻ 2π/3 ആണ് ഇതിന്റെ സീറ്റ എന്ന് പറയുന്നത് അല്ലെ, തേർഡ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയും. അങ്ങനെയാണ് എങ്കിൽ നമുക്കറിയാം തേർഡ് റൂട്ട് ഓഫ് ബാക്കി ഒരു കുഞ്ഞാപ്പ് ഒരു തേർഡ് റൂട്ട് കൂടി ഉണ്ടാവും. കാരണം എന്തുകൊണ്ട് നമുക്കറിയാം റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള കുഞ്ഞാപ്പുകളെല്ലാം എന്താണ് തേർഡ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. അതായത് 3ക്ക് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? 3ക്ക് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ആളുകൾ 3ക്ക് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? 3ക്ക് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ആളാണ് 1 1. GCD ഈക്വൽ ടു 1 കിട്ടുന്നതാണ് റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയാം. 1 1. അടുത്തത് ആരാണ്? 2. 1ഉം 2 ആണ്. നമുക്കറിയാം P3 ഈസ് എ പ്രൈം നമ്പർ. പ്രൈം നമ്പറിന്റെ റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് P-1 ആണ്. അപ്പം 3 - 1 എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പൊ 1, 2 ഈ രണ്ടെണ്ണവുമാണ് നമുക്ക് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരിക. ഓക്കെ, റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്ന കുഞ്ഞാപ്പുകൾ. അപ്പം ഇവിടെ അപ്പം ഇതിന്റെ പവേഴ്സ് എന്ന് പറയുന്ന അങ്ങനെയാണ് എങ്കിൽ സീറ്റയും സീറ്റ സ്ക്വയറുമാണ് ഇവിടുത്തെ എന്ത് തേർഡ് പ്രിമിറ്റീവ് തേർഡ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. പ്രിമിറ്റീവ് തേർഡ് റൂട്ട് ഓഫ് യൂണിറ്റി. പ്രിമിറ്റീവ് തേർഡ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയും. സോ അങ്ങനെയാണ് എങ്കിൽ നമുക്കറിയാം ഫൈ ഓഫ് എൻ എന്ന് അല്ലെങ്കിൽ ഫൈ സഫിക്സ് 3 ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എക്സ് മൈനസ് സീറ്റ ഇൻറ്റു എക്സ് മൈനസ് സീറ്റ സ്ക്വയർ ആണ്. എക്സ് മൈനസ് സീറ്റ ഇൻറ്റു എക്സ് മൈനസ് സീറ്റ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ അല്ലേ, എക്സ് സ്ക്വയർ ആണ്. പിന്നെ നമുക്കറിയാം എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. പിന്നെ അടുത്തത് സീറ്റ ഇൻറ്റു എക്സ് മൈനസ് സീറ്റ ഇൻറ്റു എക്സ് മൈനസ് സീറ്റ ഇൻറ്റു എക്സ് സീറ്റ സ്ക്വയർ ഇൻറ്റു എക്സ്. സീറ്റ ഇൻറ്റു സീറ്റ പ്ലസ് സീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് എക്സ് അല്ലേ, പ്ലസ് 1. കറസ്പോണ്ടിങ് ആയിട്ട് ഈ കുഞ്ഞാപ്പ് കിട്ടുക എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേർഡ് പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്തിരുന്നു, അതിൽ നിന്ന് തന്നെ കിട്ടും. നമ്മളിങ്ങനെ കുറെ വലിച്ചു വാരി എഴുതാൻ നിൽക്കണമെന്നില്ല കേട്ടോ. ഇത് നേരിട്ട് തന്നെ എഴുതാവുന്നതാണ്. കാരണം നമ്മൾ പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൈം നമ്പറിന്റെ റിലേറ്റീവ്ലി ആവുമ്പം എക്സ് റേസ്ഡ് P-1 വരെയുള്ള പവേഴ്സ് ആണ് വരിക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് റൂട്ട് ഓഫ് ഇത് എവിടെയുള്ള എലമെന്റ് ആണ്? വിച്ച് ബിലോങ്സ് ടു ഇതിന്റെ കോഎഫിഷ്യന്റ് എല്ലാം 1 ആണ്. അതൊക്കെ എവിടെ ഉണ്ടായിരിക്കും? വിച്ച് ഈസ് ബിലോങ്സ് ടു Z2X. ഇത് Z2Xലുള്ള കുഞ്ഞാപ്പാണ്. സോ ഹെൻസ് ദി സൊല്യൂഷൻ. അപ്പൊ എന്ത് ചെയ്തു? സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അങ്ങനെയാണ് എങ്കിൽ അടുത്തൊരു പ്രോബ്ലം, ഫൈൻഡ് ഫൈ സഫിക്സ് 8 ഓഫ് എക്സ് എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. ഫൈ സഫിക്സ് 8 ഓഫ് എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. ആദ്യം നമുക്ക് എന്ത് കാണണം? ഫൈ സഫിക്സ് 8 ഓഫ് എക്സ് കാണുന്നതിന് മുമ്പ് ഓവർ Z3 ആണ്. അപ്പൊ നമുക്ക് എയ്ത്ത് റൂട്ട് ഓഫ് യൂണിറ്റീസ് കാണാം അല്ലേ. പ്രിമിറ്റീവ് എയ്ത്ത് റൂട്ട് ഓഫ് യൂണിറ്റി ആദ്യം കാണേണ്ടത് അതാണ്. പ്രിമിറ്റീവ് എയ്ത്ത് റൂട്ട് ഓഫ് യൂണിറ്റി. പ്രിമിറ്റീവ് എയ്ത്ത് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് 2π/8 പ്ലസ് സൈൻ എന്താണ് അയട്ട സൈൻ 2π/8. ഇതാണ് ഇവിടുത്തെ പ്രിമിറ്റീവ് എയ്ത്ത് റൂട്ട് ഓഫ് യൂണിറ്റി. അങ്ങനെയാണ് എങ്കിൽ അതർ പ്രിമിറ്റീവ് യൂണിറ്റി ഒക്കെ ഏതായിരിക്കും? ഏതായിരിക്കും അതർ പ്രിമിറ്റീവ് എയ്ത്ത് റൂട്ട് ഓഫ് യൂണിറ്റി? അതായത് 8ന് എന്താണ് GCD 1 ആവുന്ന കുഞ്ഞാപ്പുകളാണ്. GCD 1 ആവുന്ന ആരൊക്കെയാണ്? 1 1 അത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അടുത്തത് 8ന് GCD 1 ആവുന്ന വേറെ ഏതാണുള്ളത്? 1 വരും, പിന്നെ 2 വരുമോ? ഇല്ല, 3 വരും അല്ലേ. 3 വരും, 4 വരൂല, 5 വരും അല്ലേ.
6 വരുമോ? ഇല്ല. 7 വരും. 8 വരൂല. അപ്പം 1 3 5. അപ്പം അതർ പ്രിമിറ്റീവ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് വരുന്നത്? സീറ്റ ക്യൂബ് വരും, സീറ്റ റേസ് ടു 5 വരും, സീറ്റ റേസ് ടു 7. ഈ കുഞ്ഞാപ്പുകളും അപ്പൊ സീറ്റ റേസ് ടു സീറ്റ ക്യൂബ്, സീറ്റ റേസ് ടു 5, സീറ്റ റേസ് ടു 7. ഈ 4 കുഞ്ഞാപ്പുകളുമാണ് പ്രിമിറ്റീവ് 8th റൂട്ട് ഓഫ് യൂണിറ്റി വരിക. അപ്പൊ നമുക്ക് പറയാൻ പറ്റും 5 8 ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് സീറ്റ ഇൻറ്റു എക്സ് മൈനസ് സീറ്റ ക്യൂബ് ഇൻറ്റു എക്സ് മൈനസ് സീറ്റ റേസ് ടു 5 ഇൻറ്റു എക്സ് മൈനസ് സീറ്റ റേസ് ടു 7. എക്സ് മൈനസ് സീറ്റ ക്യൂബ്, എക്സ് മൈനസ് സീറ്റ റേസ് ടു 5, എക്സ് മൈനസ് സീറ്റ റേസ് ടു 7. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടിക്കഴിഞ്ഞു? ആൻസർ കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇതിനെ നേരിട്ട് എഴുതാവുന്നതാണ്. അതല്ല എങ്കിൽ ബൈ ദി പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്കറിയാം 8 എന്ന് പറയുന്നത് 2 റേസ് ടു ക്യൂബാണ്. 2 റേസ് ടു ക്യൂബ് ആകുമ്പോൾ പ്രൈം നമ്പറിന്റെ പവറിന്റെ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്കറിയാം 2 റേസ് ടു അല്ലെങ്കിൽ അല്ലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 റേസ് ടു ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെന്നാണ്? എക്സ് റേസ് ടു 2 റേസ് ടു 2 മൈനസ് 1. അതായത് ഇങ്ങനെയാണ് ആൻസർ വരിക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മുമ്പ് പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? തൊട്ട് മുകളിൽ നോക്കാം. എവിടെയായിരുന്നു? തൊട്ട് മുകളിൽ നോക്കുമ്പോൾ എവിടെയായിരുന്നു പ്രോപ്പർട്ടി? എവിടെ? 2 റേസ് ടു n, 2ന്റെ പവർ പ്രോപ്പർട്ടീസ് 1, n ഈക്വൽ ടു 2ന്റെ പവർ p റേസ് ടു m. p റേസ് ടു m ആണ് എങ്കിൽ എങ്ങനെയാണ് ഇതെന്ത് അവിടെ തന്നിട്ടുണ്ട്. 5p ഓഫ് എക്സ് റേസ് ടു 2 റേസ് ടു m എന്നുള്ള മോഡലാണ് ഇതുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുക എങ്ങനെയാണ് ആൻസർ കിട്ടുക? ദാറ്റ് മീൻസ് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 മൈനസ് 1 ആണ് കിട്ടുക. ഇനി ഇതല്ല, നിങ്ങൾക്ക് എന്തെന്ന് ചെയ്യാൻ പറ്റും? എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ മൈനസ് സീറ്റനെ കൊണ്ട് അപ്ലൈ ചെയ്യുമ്പം സീറ്റ എക്സ് അല്ലേ മൈനസ് സീറ്റ ക്യൂബ് എക്സ്, പിന്നെന്താണ് സീറ്റ മൈനസ് സീറ്റ ഇത് എന്ന് പറയുമ്പോൾ പ്ലസ് സീറ്റ റേസ് ടു 4 ഇങ്ങനെയാണ് കിട്ടുക അല്ലെ. ഇൻറ്റു ഇതിനെയും ചെയ്തിട്ടുണ്ട് എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് സ്ക്വയർ അല്ലെ, എക്സ് സ്ക്വയർ വരും. സീറ്റ കറസ്പോണ്ടിങ് ആയിട്ട് വരും സീറ്റ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് മൈനസ് സീറ്റ റേസ് ടു 5 ഇൻറ്റു എക്സ് മൈനസ് സീറ്റ റേസ് ടു 7 ഇൻറ്റു എക്സ് പ്ലസ് സീറ്റ റേസ് ടു 5 അല്ലെ 5 പ്ലസ് അല്ലെങ്കിൽ 5 പ്ലസ് 7 അല്ലെ. യെസ്, 5 പ്ലസ് 7. ഓക്കെ, ഇതാണ് ഈ മോഡലിൽ കിട്ടുക. എന്നിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്കറിയാം കറസ്പോണ്ടിങ് ആയിട്ട് എന്താണെന്ന് അറിയാം. സീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് 2π/8 പ്ലസ് ഐ സൈൻ π/2π അയട്ട സൈൻ 2π/8. ഇതിൽ റേസ് ടു 3 കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഹോൾ ക്യൂബ് വരും. ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3നെ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും, ഇവിടെയും 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്ലൈ ചെയ്യാം ആ മോഡൽ. അതുപോലെ 7ഉം 4ഉം അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷെ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് നമുക്കുള്ള സംബന്ധിച്ച് ഇത് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഇത് ഈക്വൽ ടു സീറ്റ റേസ് ടു 4, ഇത് -1 ആണ് വരിക. ഇത് ഈക്വൽ ടു കറസ്പോണ്ടിങ് ആയിട്ട് മൈനസ് സീറ്റ എക്സ് വരും. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് -1 വരും. ഇതുപോലെ തന്നെ ഇതും എക്സ് സ്ക്വയർ, ഇത് സീറ്റ ഇത് പ്ലസ് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരിക സീറ്റ റേസ് ടു 5 അല്ലേ. സീറ്റ റേസ് ടു 5 മൈനസ് ഇത് എന്ന് പറയുമ്പോൾ 5 Z3-ലല്ലേ. Z3-ൽ വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് 3നെ കൊണ്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്.
Z3 ആകുമ്പോൾ 2 അപ്ലൈ ചെയ്യാം, ബീറ്റ സ്ക്വയർ വരും, കറസ്പോണ്ടിങ് ആയിട്ട് ഇത് എത്ര വരും 0. ഇത് ശരിക്കും 0യും ഇത് 1ഉം വരും. ഇവിടെ 1 മാത്രമേ ഉണ്ടാവുള്ളൂ, കറസ്പോണ്ടിങ് ആയിട്ട് 1 അല്ലേ. 1 മൈനസ് ബീറ്റ കറസ്പോണ്ടിങ് ആയിട്ട് -x കറസ്പോണ്ടിങ് ആയിട്ട് ഇതിലേക്ക് വരുമ്പോൾ ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ, കൺഫ്യൂഷൻ ആക്കും ഇത്. പിന്നെ ഞാൻ പിന്നെയും നിങ്ങൾക്ക് കോഴ്സ് വെച്ചിട്ട് ചെയ്ത് തരേണ്ടി വരും. ഇതിലേക്ക് വരണമെന്നില്ല, ഇതിന് നേരെ x⁴ -1 ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഏറ്റവും എളുപ്പം ഇതാണ്. മറ്റേലേക്ക് പോകണ്ട, അതിലേക്ക് വേറെയും പ്രോപ്പർട്ടി ഞാൻ നോക്കട്ടെ. സീറ്റയുടെ 2-3 പ്രോപ്പർട്ടി ഉണ്ട്, അതുകൂടി പറഞ്ഞു തന്നാൽ എളുപ്പമാണ്. ആ പ്രോപ്പർട്ടി എന്നോട് മറന്നുപോയി, ആ പ്രോപ്പർട്ടി കൂടി ഇതിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം x⁴ -1 ആണ് നമ്മൾ മുമ്പേ ഇത് ഡിസ്കസ് ചെയ്ത സംഭവമാണ്. കാരണം 2³ ആയതുകൊണ്ട് പ്രൈം പവറിന്റെ പവർ ആണ് എങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ അറിയാം. ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് x⁴ ആണ് φ(x). ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് കൺസ്ട്രക്റ്റബിൾ പോളിഗൺ, എങ്ങനെയാണ് നമുക്ക് കൺസ്ട്രക്റ്റബിൾ പോളിഗൺസ് കിട്ടുക എന്നുള്ളതാണ്. കൺസ്ട്രക്റ്റബിൾ പോളിഗൺസ്, അതിൽ കൺസ്ട്രക്റ്റബിൾ പോളിഗൺസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്, കൺസ്ട്രക്റ്റബിൾ പോളിഗൺസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഫെർമാറ്റ് പ്രൈം. ഓക്കെ, എന്താണ് ഫെർമാറ്റ് പ്രൈം? എന്താണ് ഫെർമാറ്റ് പ്രൈം എന്നുള്ളതാണ്. ഫെർമാറ്റ് പ്രൈം, ഫെർമാറ്റ് പ്രൈം എന്താണ് ഫെർമാറ്റ് പ്രൈം? അപ്പം ഒരു പ്രൈം നമ്പറിനെ നമ്മൾ പി എന്ന് പറയുന്ന പ്രൈം നമ്പർ, ഈ പ്രൈം നമ്പറിനെ നമ്മൾ ഫെർമാറ്റ് പ്രൈം എന്ന് പറയണം എന്നുണ്ട് എങ്കിൽ, ഫെർമാറ്റ് പ്രൈം എന്ന് പറയണം എന്നുണ്ട് എങ്കിൽ അതിന് ഒരു മോഡൽ, ഒരു ഫോമിൽ ഇതിനെ എഴുതാൻ കഴിയുമെങ്കിൽ, അതായത് p = some 2⁻²k. ശ്രദ്ധിക്കണേ, 2⁻²k +1 എന്ന് പറയുന്ന മോഡൽ എഴുതാൻ കഴിയുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെർമാറ്റ് പ്രൈം എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? ഫെർമാറ്റ് പ്രൈം എന്ന് പറയുന്നത്. ഒരു പ്രൈമിനെ നമ്മൾ ഫെർമാറ്റ് പ്രൈം എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ 2⁻²k +1. ഇവിടെ k എന്ന് പറയുന്നത് k = 0, 1, 2, 3 etc. ഓക്കെ, 0 മുതലുള്ള ഏത് എലമെന്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ, ഫെർമാറ്റ് പ്രൈമിനുള്ള എക്സാമ്പിളുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഫസ്റ്റ് എക്സാമ്പിൾ പ്രൈം നമ്പർ ആണ്, ദാറ്റ് ഈസ് എ പ്രൈം നമ്പർ, ഫെർമാറ്റ് പ്രൈം 2 ഒരു ഫെർമാറ്റ് പ്രൈം അല്ലല്ലോ. കാരണം എന്തുകൊണ്ട്? 2⁻²k +1 വേണം. ഓക്കെ, +1 കൂടി വേണം. അപ്പൊ ഇത് എന്തല്ല, ഫെർമാറ്റ് പ്രൈം അല്ല. ഓക്കെ, 2 ഒരു എന്തല്ല, ഫെർമാറ്റ് പ്രൈം അല്ല. ഓക്കെ, അടുത്തൊരു എക്സാമ്പിള് 3 = എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ 3 = നമുക്ക് എന്താ എഴുതാൻ പറ്റും, 2⁻²0. kന്റെ സ്ഥാനത്ത് 0 കൊടുത്താൽ 2⁻0 പറഞ്ഞാൽ 1 ആവും. അപ്പൊ നമുക്ക് ഇത് 1 ആയി, +1. അപ്പൊ ഇതെന്താണ്, ഒരു ഫെർമാറ്റ് പ്രൈം ആണ്. ഓക്കെ, ഇതൊരു ഫെർമാറ്റ് പ്രൈം ആണ്. അടുത്തൊരു എക്സാമ്പിൾ 5നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5 ഒരു ഫെർമാറ്റ് പ്രൈമിന് എക്സാമ്പിൾ ആണ്. എന്തുകൊണ്ട്? 2⁻²1 അല്ലെ, k = 1 കൊടുത്താൽ 2⁻² +1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 5 ആണ്. ഇതെന്താണ്? സോ ഫെർമാറ്റ് പ്രൈം ആണ്. ഓക്കെ, ഇതൊരു ഫെർമാറ്റ് പ്രൈം ആണ്. ഇനിയിപ്പോ ഏതാ ഫെർമാറ്റ് പ്രൈമിന് എക്സാമ്പിൾ ഉള്ളത്? 7 ഫെർമാറ്റ് പ്രൈം ആണ്. എക്സാമ്പിൾ 7 = 2⁻²k +1. 2⁻² എന്ന് പറയുമ്പോൾ 5 കിട്ടും. പിന്നെ 2 കൊടുത്താൽ 2⁻² എന്ന് പറയുമ്പോൾ 4. 2⁻4 എന്ന് പറയുമ്പോൾ 16 വരിക. അപ്പൊ ഇങ്ങനെ ഇതെന്തല്ല, ഡസ് നോട്ട്, അല്ലെങ്കിൽ 7 not equal to 2⁻²k +1. ഇറ്റ് ഈസ് നോട്ട് ഫെർമാറ്റ് പ്രൈം. ഓക്കെ, ഇങ്ങനെ എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് എന്തല്ല, ഇതൊരു ഫെർമാറ്റ് പ്രൈം അല്ല.
there does not exist such a k. ഇങ്ങനത്തെ ഒരു കേനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ പറയാൻ പറ്റൂല. അതുകൊണ്ട് ഇതൊരു ഫെർമാറ്റ് പ്രൈം അല്ല. പിന്നെ അപ്പൊ 17 ഒരു ഫെർമാറ്റ് പ്രൈം ആണ്. നമ്മളിപ്പോ കിട്ടിയാല് അടുത്ത എക്സാമ്പിൾ പ്രകാരം ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് 17 എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 2 raised to 4 അല്ലെ. 2 raised to 4 എന്ന് പറഞ്ഞാൽ 16 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 17. അപ്പൊ ഇതെന്താണ്, ഒരു ഫെർമാറ്റ് പ്രൈമിന് എക്സാമ്പിൾ ആണ്. ഓക്കെ ഓക്കെ. ഇനി എന്താണ് അടുത്ത റിസൾട്ട് നോക്കാം. റെഗുലർ എൻഗൺ ഈസ് കൺസ്ട്രക്റ്റബിൾ വിത്ത് കോമ്പസ് ആൻഡ് സ്ട്രൈറ്റ് എഡ്ജ്. ഒരു റെഗുലർ എൻഗൺ കൺസ്ട്രക്റ്റബിൾ ആവണം എന്നുണ്ടെങ്കിൽ എന്തിനെ കൊണ്ട്? ഒരു സ്കെയിലിനെ കൊണ്ടും ഒരു കോമ്പസിനെ കൊണ്ടും. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ട്രൈറ്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു വര എന്നുള്ളതാണ്. അത് നമ്മളെ സംബന്ധിച്ച് വര നമുക്ക് വരയ്ക്കാൻ ഏതാണ്, സ്കെയിലാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പം ഒരു സ്ട്രൈറ്റ് എഡ്ജിനെ കൊണ്ടും വക്കിനെ കൊണ്ടും ഒരു കോമ്പസിനെ കൊണ്ടും നമുക്ക് ഒരു എൻഗൺ കൺസ്ട്രക്റ്റബിൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, എപ്പോഴാണ് അത് ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെയാണ് എങ്കിൽ എപ്പോഴാണ് അത് പറ്റുകയെന്ന് വെച്ചാൽ, ഓഡ് പ്രൈംസ്, എല്ലാ ഓഡ് പ്രൈംസും എന്നിനെ ഡിവൈഡ് ചെയ്യുന്ന, റെഗുലർ എൻഗൺ ആണ് നമ്മൾ ചെയ്യുന്നത്, എന്നിനെ ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നിന്റെ ഫാക്ടർ ആയിട്ടുള്ള എല്ലാ ഓഡ് പ്രൈം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം നമുക്കറിയാം പ്രൈം നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എല്ലാ നമ്പേഴ്സിന്റെ ബേസിക് ആണ്. അതായത് എവറി നമ്പർ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ദി പവേഴ്സ് ഓഫ് മൾട്ടിപ്പിൾ ഓഫ് പ്രൈം നമ്പേഴ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരൊറ്റ ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ, 2 മാത്രമേ ഈവൻ പ്രൈം നമ്പർ ഉള്ളൂ, ബാക്കിയൊക്കെ ഓഡ് പ്രൈം നമ്പർ ആണ് എന്നും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പെട്ട സംഭവമാണ് നമ്പർ തിയറി. ഓക്കെ. അപ്പം ഇവിടെ ദി ഓഡ് പ്രൈം എന്നിനെ ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നിന്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഓഡ് പ്രൈം എല്ലാം ഫെർമാറ്റ് പ്രൈമും, അതുപോലെ തന്നെ ഈ ഫെർമാറ്റ് പ്രൈമിന്റെ സ്ക്വയർ ഒരിക്കലും എന്നിനെ ഡിവൈഡും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ എല്ലാ ഓഡ് പ്രൈമും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ n, അങ്ങനത്തെ നമ്പറായ n എന്തായിരിക്കും? അങ്ങനെയുള്ള ഒരു റെഗുലർ എൻഗൺ കൺസ്ട്രക്റ്റബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു റെഗുലർ എൻഗൺ കൺസ്ട്രക്റ്റബിൾ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സർക്കിൾ കൺസ്ട്രക്റ്റബിൾ ആണോ, അതുപോലെ തന്നെ എന്താണ് സ്ക്വയറിംഗ് ദി ക്യൂബ് ഈസ് കൺസ്ട്രക്റ്റബിൾ, അല്ലെങ്കിൽ സ്ക്വയറിംഗ് ദി ക്യൂബ് ഈസ് പോസിബിൾ, ഇമ്പോസിബിൾ ആണോ പോസിബിൾ ആണോ എന്നൊക്കെ ഉള്ളതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെഗുലർ എൻഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെന്റഗൺ അല്ലെ, അങ്ങനത്തെ ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ എൻഗൺ എന്താണ്? അതായത് പഞ്ചഭുജം, അഷ്ടഭുജം അങ്ങനെയൊക്കെ പറയുന്ന സാധനം മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈ കുഞ്ഞാപ്പുകൾ എന്താണോ കൺസ്ട്രക്റ്റബിൾ ആണോ, അത് വരയ്ക്കാൻ പറ്റുമോ, ഒരു സ്കെയിലും പെൻസിലും കൊണ്ട് വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പറയുന്ന ഒരു റിസൾട്ടാണ്. റെഗുലർ എൻഗൺ ഈസ് കൺസ്ട്രക്റ്റബിൾ. അത് കൺസ്ട്രക്ട് ചെയ്യണം എന്നുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും എന്നിനെ ഡിവൈഡ് ചെയ്യുന്ന എല്ലാ ഓഡ് പ്രൈമും ഫെർമാറ്റ് പ്രൈം ആയിരിക്കുകയും വേണം. ആ ഫെർമാറ്റ് പ്രൈമിന്റെ ഒക്കെ സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എന്നിനെ ഡിവൈഡ് ചെയ്യാനും പാടില്ല എന്നുള്ളതാണ് റിസൾട്ട്. എക്സാമ്പിൾ ആയിട്ട് റെഗുലർ റെഗുലർ 5 ഗൺ ഈസ് കൺസ്ട്രക്റ്റബിൾ. എന്തുകൊണ്ടാണ് കൺസ്ട്രക്റ്റബിൾ ആയേ? എന്തുകൊണ്ടാണ് കൺസ്ട്രക്റ്റബിൾ ആയേ? 5 ഈക്വൽ ടു എന്താണ്? 2 raised to 2 plus 1. എന്താണ് ഈ ഫെർമാറ്റ്? ഇത് ഫെർമാറ്റ് ആണ് അല്ലേ? ഫെർമാറ്റ് ആണ്. ഫെർമാറ്റ് എന്നുള്ളത് മാറിപ്പോയില്ലേ? ഫെർമാറ്റ് ആണ്. അത് മാത്രമല്ല, ആൻഡ് 5 സ്ക്വയർ ഈക്വൽ ടു 25 ഡസ് നോട്ട് ഡിവൈഡ് അല്ലേ? ഇതൊരിക്കലും എന്ത് ചെയ്യൂല, ഡിവൈഡ് ചെയ്യുന്നതുമല്ല. ഏതിനാ? 5നെ ഡിവൈഡ് ചെയ്യോ? 5 25നെ ഡിവൈഡ് ചെയ്യും, പക്ഷെ 5നെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, 25 ഡിവൈഡ് ചെയ്യില്ല. ഓക്കെ. അപ്പൊ ഇതൊരു റെഗുലർ എൻഗണിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കാണാൻ കഴിയും. ഇനി അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മളെ എടുത്തിട്ടുണ്ട് എങ്കിൽ ഏതാ? 60 ഗൺ. അടുത്തൊരു എക്സാമ്പിൾ 60 റെഗുലർ ആണ്. റെഗുലർ 60 gun is constructible. Regular 60 gun is constructible.
അതെന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ ഇതിന്റെ റെഗുലർ 60 ഗൺ കൺസ്ട്രക്റ്റബിൾ ആണ് എന്ന് പറയാൻ കാരണം ബിക്കോസ് എന്താ കാരണം അപ്പം 60 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം പ്രൈം നമ്പറിന്റെ 2 into 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 30 മാറ്റിയിട്ടുണ്ടെങ്കിൽ 2 into 15. ഓക്കെ അപ്പൊ ഇതിനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 2 എന്ന് പറയുമ്പോൾ 2 square into 15 നമുക്ക് 3 into 5. യെസ്, ഇവിടെ ഓഡ് പ്രൈം എന്ന് പറയുന്നത് ആരൊക്കെയാണ്? 3 ഉം 5 ആണ് ദി ഓഡ് പ്രൈംസ്. ത്രീ ഈക്വൽ ടു എന്താണ്? 2 raised to 2 raised to 0, അതായത് 2 അല്ലെ, 2 plus 1. അതുപോലെ തന്നെ 5 എന്ന് പറയുന്നത് എന്താണ്? 2 raised to 2 plus 1 ആർ ഫെർമാറ്റ്. ഇത് ഫെർമാറ്റ് ആണ്. ഓക്കെ, ഫെർമാറ്റ് ആണ്. ഓക്കെ, അപ്പം ഫെർമാറ്റ് ആണ്. പിന്നെന്താണ് പ്രത്യേകത? അത് മാത്രല്ല, ഫെർമാറ്റ് ആണ്, ആയിക്കോട്ടെ. ഇതിന്റെ 3 സ്ക്വയർ ഈക്വൽ ടു ആരാണ്? 9 ഉം അതുപോലെ തന്നെ 5 സ്ക്വയർ ഈക്വൽ ടു 25. ഇത് ആർ ഡസ് നോട്ട്, ഇത് രണ്ടും 16 ഡിവൈഡ് ചെയ്യോ? ഇല്ല, ആർ ഡസ് നോട്ട് ഡിവൈഡ്. അതുകൂടി വേണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ. ഡസ് നോട്ട് ഡിവൈഡ് 60. സോ റെഗുലർ 60 gun is constructible. നിങ്ങളോട് ചോദിക്കുക വെദർ ദി റെഗുലർ 60 gun is constructible എന്നൊക്കെയാണ് ചോദിക്കാം. ഓക്കെ, കൺസ്ട്രക്റ്റബിൾ. ഇനി അടുത്തൊരു എക്സാമ്പിൾ ചോദിക്കപ്പോ ഏതാ എക്സാമ്പിൾ പറയാം? റെഗുലർ 60 gun. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് 2 into 3 into, ഇവിടെ നോക്കണേ, 2 into 3 into 5 എന്ന് പറയുന്നത് 30 ആണ്. 30 ഒന്നും തന്നെയാണ്, കൺസ്ട്രക്റ്റബിൾ ആണ്. കാരണം 3 ഉം 5 ആണ്. 3 ഉം 5 ആകുമ്പം 3 ഉം 5ന്റെയും പ്രത്യേകത അല്ലേ? ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് അടുത്ത 30 ഈക്വൽ ടു, അടുത്തൊരു എക്സാമ്പിൾ 30 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 into 15 അല്ലെ, 2 into 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 3 into 5. സോ നമുക്ക് പറയാൻ പറ്റും ഇതിൽ നിന്നും ദി ഓഡ് പ്രൈംസ് അല്ലെ, ദി ഓഡ് പ്രൈംസ് ഏതൊക്കെ ഓഡ് പ്രൈംസ് ആണ്? 3 ഈക്വൽ ടു എന്താണ്? 2 plus 1 ഉം അതുപോലെ തന്നെ 5 ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അതിനെ ഫെർമാറ്റ് ഫോമിൽ എഴുതിയ 2 സ്ക്വയർ പ്ലസ് 1 ഉം ആർ ഫെർമാറ്റ്. ഇങ്ങനെ എഴുതുന്ന ഒരു ഒറ്റ സ്റ്റെപ്പ് തന്നെ എല്ലാം കഴിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആർ ഫെർമാറ്റ്. ആൻഡ് അത് മാത്രമല്ല, 3 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 ആൻഡ് 5 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25. ആർ ഡസ് നോട്ട് ഡിവൈഡ് അല്ലേ, ആർ does not divide 30. So regular 30 gun അല്ലേ is not അല്ല is constructible. Okay, is constructible. ഓക്കെ, അപ്പം നമുക്ക് ഇതും അതിൽ നിന്നും കിട്ടി. ഇനി അടുത്തത് ഇപ്പം റെഗുലർ നേരത്തെ നമ്മൾ 7 അല്ലെ, അടുത്തൊരു എക്സാമ്പിൾ അല്ലാത്തതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പം 7 എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ഫെർമാറ്റ്. ഇതൊരു ഫെർമാറ്റ് അല്ല, ആണോ? 7 ഈസ് നോട്ട് ഫെർമാറ്റ് പ്രൈം. സോ regular 7 gun is not constructible. ഓക്കെ, പെന്റഗൺ കൺസ്ട്രക്റ്റബിൾ ആണ്. 5 ഇതുള്ള റെഗുലർ പെന്റഗൺ കൺസ്ട്രക്റ്റബിൾ ആണ്. പക്ഷെ റെഗുലർ 7 ഗൺ എന്തല്ല, കൺസ്ട്രക്റ്റബിൾ അല്ല. ഓക്കെ, ഇനി അടുത്തത്, ഇനിയിപ്പോ ഏതാ എക്സാമ്പിൾ ആയിട്ടുള്ളത്? റെഗുലർ 18 ഗൺ അടുത്തൊരു എക്സാമ്പിൾ ആണ്. കൺസ്ട്രക്റ്റബിൾ അല്ലാത്തതിന് എക്സാമ്പിൾ ആണ് റെഗുലർ 80 ഗൺ അല്ലേ. റെഗുലർ
18 ഗൺ. 18 ഈക്വൽ ടു എന്താണ്? അടുത്തൊരു എക്സാമ്പിൾ. 18 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഇൻറ്റു 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 സ്ക്വയർ. സോ ഓഡ് പ്രൈം. ഓഡ് പ്രൈം ആരാണ്? ഈസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 റേസ് ടു 2 പ്ലസ് 1 ഈസ് ഫെർമാറ്റ് അല്ലേ? എന്താണ്? ഫെർമാറ്റ് ആണ്. സോ ഇത് ഫെർമാറ്റ് ആണ്. ബട്ട് ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബട്ട് 3 സ്ക്വയർ ഈക്വൽ ടു 9 ഡിവൈഡ് ചെയ്യും. ഏതിന് ഡിവൈഡ് ചെയ്യും? 18. Therefore എന്താണ്? റെഗുലർ 18 ഗൺ. പ്രത്യേകം ശ്രദ്ധിക്കാം, റെഗുലർ 18 ഗൺ ഈസ് നോട്ട് കൺസ്ട്രക്റ്റബിൾ. ഓക്കെ, ഇനി എന്തോ ഉണ്ടോ? ഇത്രയും മതി ഇന്നത്തേക്ക്. എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും? സാലിഹ പോയോ?